ഹലോ, ഇവിടെ ഉണ്ടോ എല്ലാവരും? ഞാൻ ദുഃഖിക്കാനും പോകത്തില്ല, ഫോണും വിളിച്ച് നിലവിളിക്കാനും ഞാൻ പോകത്തില്ല. ഇവയെല്ലാം എങ്ങനെ വരുമെന്ന് നിന്നെ ശുഭവും സങ്കീർത്തനം 23 ലാസ്റ്റ് എന്താ പറയുന്നത്? നന്മയും കരുണയും എങ്ങനെയാ രക്ഷിക്കപ്പെടുമ്പോൾ മാത്രമെന്നോ? നമ്മളപ്പോഴേ കണ്ടിട്ടുള്ളൂ ചില അത്ഭുതങ്ങൾ, പിന്നെ അത്ഭുതം കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. എത്ര വർഷമാ? ആയുഷ്കാലമൊക്കെയും നിന്നെ. ഇവിടെ അത് സത്യമാണ്. തമാശയാണോ സത്യമാണോ? വിശ്വസിക്കുന്നുണ്ടോ അത്? തീർച്ചയായിട്ടും. കാര്യം പറയുമ്പോൾ കാര്യമായിട്ട് പറയണേ. പിന്തുടരുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുവോ? അതെൻ്റെ പുറകെ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ പിന്നെ ചിന്തിക്കുവോ? ഇന്നലെ രാത്രി ഞാൻ നല്ലോണം കിടന്നുറങ്ങി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പം നീതിമാന് അനേക കഷ്ടങ്ങളുണ്ടെങ്കിലും എന്നായിന്ന് വാക്യം വായിക്കുക, അവയെല്ലാത്തിൽ നിന്നും ദൈവം വിടുവിക്കും. ആമേൻ. ഉറക്കെ പറ, നീതിമാനെ ദൈവം വിടുവിക്കുമെന്ന് പറ. കുടുങ്ങിയൊന്നും പോകത്തില്ല. എൻ്റെ മക്കൾ ഒരിടത്തും കുടുങ്ങി പോകത്തില്ല. ദൈവം ഉറക്കെ പറ. ആ നീതിമാൻ്റെ ഞാൻ യൗവനസ്ഥനായിരുന്നു, ഇപ്പം വയസ്സനായി. നീതിമാന്റെ കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് എങ്ങനെയാ ദാവീദ് പറയുന്നേ? ഒരു നേരത്തെ ആഹാരത്തിന് ഭിക്ഷയാചിക്കുന്നത് ഞാൻ. ഉറക്കെ പറ. പറയുന്നേ ആരുടെ പിള്ളേരാ? എത്ര നീതിമാന്മാരുണ്ട് കൈ വീഴ്ച. എത്ര പേർ നീതിമാന്മാർ ഉണ്ട്? കൈ നല്ലോണം ഉയർന്നു. ഞാൻ പുറകിലൊരു രണ്ടമ്മച്ചിമാർ ഉയർത്തിയിട്ടുണ്ട്. സന്തോഷം. ഒരു പാസ്റ്റ് ഉയർത്തിയിട്ടുണ്ട്. സന്തോഷം. ആണെന്നറിയാമെങ്കിൽ ഈ സാധനമൊക്കെ വീട്ടിൽ വരുള്ളൂ. നീതിമാനാണെങ്കിൽ ഉറക്കത്തിൽ കിട്ടുള്ളൂ. അങ്ങനെയല്ല വാക്യം പറയുന്നത്. നീതിമാൻ ഉറക്കത്തില് നീതിമാൻ ഉറക്കത്തിലും ദൈവം പ്രവർത്തിക്കുമെന്ന് അല്ലേ? എത്ര പേരുണ്ട് നീതിമാന്മാർ? കൈ ഉയർത്ത. നീതിമാൻ അല്ലെങ്കിൽ പിന്നെ ആരാ? എത്ര പേർ പാപിയുണ്ട്? എത്ര പേർ പാപികളുണ്ട്? എത്ര പേർ പാപികളുണ്ട്? ഏതെങ്കിലും ഒരിടത്ത് ഇപ്പൊ കൈ കൊടുത്ത്. എത്ര പാപികളുണ്ട്? നമ്മുടെ ഈ കിണറ്റിൻകര ഉണ്ടല്ലോ, കിണറ്റിന്റെ സൈഡ് പറയുന്നത് എന്താ പറയുന്നത്? കിണറ്റിന്റെ അതെന്താ പറയുക? കിണറ്റിൻകരയെന്നാണോ? കിണറ്റിൻകരയിൽ ഒരു പാർട്ടി ഇരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക, ഫുൾ ഫിറ്റാ. അപ്പോൾ പിശാച് വന്നിട്ട് പറഞ്ഞു, ഡൗവേ താഴെ ഇറങ്ങിയിരുന്ന് വെള്ളം അടി. കാരണം നീ അങ്ങോട്ട് വീണാലും പിശാച് തള്ളിയിട്ടെന്ന് പറയും, നീ ഇങ്ങോട്ട് വീണാലും പിശാച്. ഏതാ? നീതിമാനാണോ പാപിയാണോ? കാരണം എന്നറിയോ,
ഈ യേശു ഡോളർ, യേശു നമുക്ക് തന്നത് ഡോളറാണ്, യേശു നമുക്ക് വീട് തരാൻ വന്നു, യേശു മാളെ കെട്ടിക്കാൻ വന്നു, യേശു നമുക്ക് എന്താ പറയുക പോക്കറ്റ് നിറയെ പൈസ തരാൻ വന്നു. ഇതേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഹല്ലേലൂയ. വേറൊരു സുവിശേഷം അറിയത്തില്ല. ആരാ നീതിമാൻ? അത് പോട്ടെ, അത് പഴമാണ്. ആരാ പാപി? ആലപ്പുള്ളിയെ പരിചയം ഉണ്ടാവും. ഉറക്കെ പറ, പെട്ടെന്ന് വേണം, സമയം നിർത്തണം, കറക്റ്റ് ടൈമിൽ നിർത്തണം. ആരാണ് പാപി? നിങ്ങൾക്കറിയാവുന്ന പറഞ്ഞു, ടെൻഷൻ എടുക്കണ്ട. പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. ഹു ഈസ് സിന്നർ? പറഞ്ഞോന്നേ, നിങ്ങൾക്കൊക്കെ ആലോചിക്കാനും ഇത്രയും വർഷമൊക്കെ അറിയുമ്പോൾ ബൈബിളൊക്കെ കേട്ടിട്ടുള്ളതല്ലേ. നിങ്ങളുടെ അറിവ് എന്താണെന്ന് പറ. പറഞ്ഞോ. ഹൂ ഈസ് എ സിന്നർ? കാരണം റൈച്ചസ് ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് പാപി ആരാന്ന് ചോദിക്കണം. പാപി ആരാന്ന് പഠിക്കാം. അപ്പം പിന്നെ നീതിമാൻ ആരാന്ന് താനേ പഠിച്ചോളൂ. പാപം ചെയ്യുന്നവൻ ആണോ? പുറകെ പറ, നല്ലോണം കേൾക്കണം എനിക്ക്. പാപം ചെയ്യുന്നവൻ ആണോ? ആണോ? ഓക്കെ. അപ്പം അമ്മയുടെ ഉദരത്തിൽ തന്നെ നിങ്ങൾ എന്നോട്ടാ പാപിയായത്? ജനിച്ച് പാപം ചെയ്ത് കഴിഞ്ഞിട്ടാണോ പാപിയായത്? ജനിക്കുമ്പോൾ തന്നെ നിങ്ങൾ പാപിയായിട്ടാണോ ജനിക്കുന്നത്? ഉദരത്തിൽ തന്നെ പാപിയാണോ? പറ പെട്ടെന്ന് പറ, സമയം കളയരുത്. ഉദരത്തിൽ തന്നെ പെട്ടെന്ന് പറയണേ, നമുക്ക് ചുമ്മാ സമയം വേസ്റ്റ് ചെയ്യും. അപ്പൊ ഉദരത്തിൽ എന്തുവാ? നിങ്ങൾ എന്തെങ്കിലും അമ്മയ്ക്ക് തൊഴിക്കുകയോ പിടിക്കുകയോ അതോ അമ്മയ്ക്ക് എന്തെങ്കിലും വഴക്ക് പിടിക്കുകയോ എന്തെങ്കിലും ചെയ്തായിരുന്നു? പറയുന്നേ. പിന്നെങ്ങനെ നിങ്ങൾ പാപിയായി? പിന്നെങ്ങനെ പാപിയായത്? അപ്പം ഈ പാപി എന്ന് പറയുന്ന ഒരു വാക്കിന് നമ്മൾ ചിന്തിക്കുന്ന പോലത്തെ ഒരു ഡെഫിനേഷൻ അല്ല അതിനുള്ളത്. അത് കോടതി ഭാഷയാണ്. ഏത് ഭാഷയാ? എല്ലാവരും പറ. ഓക്കെ. ഇപ്പം നമ്മൾ നിങ്ങളുടെ ഇടയിലൊക്കെ അറിയുന്ന ഒരു കേസാണ് നമ്മുടെ ദിലീപിൻ്റെയും വിക്ടിമിൻ്റെയൊക്കെ കേസ്. ദിലീപ് ഇപ്പോഴും ആരാണ്? അപരാധിയാണോ? ഓക്കെ, ആ കേസ് വിടാം. ഓക്കെ, ഞാനിപ്പം എന്നെ അപരാധി എന്ന് വിളിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഉറക്കെ പറ, എല്ലാവരും പറ. എന്താ? കോടതി വിധി ഇതുവരെ വിചാരണ കഴിഞ്ഞില്ല, കോടതി വിധി ആയിട്ടില്ല. ഓക്കെ, ഡേറ്റ് ഒരു 3 മാസത്തേക്കിന് വെച്ചു, മാർച്ചിലേക്ക് വെച്ചു. ഈ മാർച്ച് വരെ ഞാൻ ആരാ? ഉറക്കെ പറ, എല്ലാവരും പറയണം. പറയുന്നേ ആരോപിയാണ് അല്ലേ? മാർച്ച് ആയപ്പം പിന്നെയും ജഡ്ജി പറഞ്ഞു അന്വേഷിക്കട്ടെ, ഇനി ഒരു 6 മാസം കൂടെ കഴിയട്ടെ. ഞാൻ ആരാ? ആരെങ്കിലും എന്നെ അപരാധി എന്ന് വിളിക്കാൻ പറ്റുമോ? പറയുന്നേ ഇല്ല. ഓക്കെ, 6 മാസം കഴിയുമ്പോൾ ജഡ്ജി വിധിച്ചു. ഓക്കെ, ഇന്ന സാക്ഷികളുണ്ട്, ഇവൻ കൊലപാതകം ചെയ്തു, കണ്ടു, അതുകൊണ്ട് ഇവന് ജീവപര്യന്തം ശിക്ഷ ഇവന് വിധിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ആരാണ്? ഉറക്കെ പറ, നല്ല കൂവി പറയണം. അയ്യോ, എന്നിട്ട് ഇത്രയും ശബ്ദമുള്ള. അപ്പൊ ഞാൻ ആരാണ്? അപരാധിയാണ്. ആമേൻ, ഹല്ലേലൂയ. ഈ അപരാധിക്കാണ് ഈ പാപി എന്ന് പറയുന്നത്. കൺവിക്റ്റഡ് ക്രിമിനൽ ആണ് സിന്നർ എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഓക്കെ, എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ? വാദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? പറ്റും. ഈ കോർട്ടിൽ കഴിഞ്ഞില്ല, നെക്സ്റ്റ് ഞാൻ എവിടെ പോകും? ഹൈക്കോർട്ടിൽ പോകും. അവിടെയും ജഡ്ജി വിധിച്ചു, തെറ്റ് ചെയ്തിട്ടുണ്ട്, ജീവപര്യന്തം കറക്റ്റാണ്. ഞാൻ ആരാ?
അപരാധി. അതിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? സുപ്രീം കോടതിയിൽ പോവാം. അവിടെയും സെയിം തന്നെ വിധിച്ചു, ശിക്ഷയും വിധിച്ചു. ഞാൻ ആരാണ്? ഉറക്കെ പറ, ഉറക്കെ പറ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പോകാൻ പറ്റുമോ? പറ്റും. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ 5 റേപ്പ് കേസിന് വേണ്ടിയിട്ട് ഈ പേപ്പറൊക്കെ വായിക്കുമോ? എത്ര മണിക്കായിരുന്നു റേപ്പ് കേസിനെ തൂക്കിക്കൊല്ലേണ്ടത്? 5 പേരെ തൂക്കിക്കൊന്നു. എത്ര മണിക്കാണ് തൂക്കിക്കൊല്ലേണ്ടിരുന്നത്? പേപ്പർ വായിക്കുകയല്ല. 12:30 തൂക്കിക്കൊല്ലാതിരുന്നതാ. പക്ഷെ എത്ര മണി വരെ കാത്തു? രാവിലെ 5:30 വരെ കാത്തു. എന്തിനു വേണ്ടിയായിരുന്നു? അവർ പ്രസിഡന്റിന്റെ അടുത്ത് ദയാർജി അർപ്പിച്ചായിരുന്നു. എന്തായിരുന്നു? ഉറക്കെ പറഞ്ഞേ. അവിടെ പോയപ്പോൾ ഞാൻ ചെയ്തില്ല എന്നല്ല പോയത്, പ്രസിഡന്റിനോട് പറയുകയാണ്, പ്രസിഡന്റേ, ഞങ്ങളുടെ മേൽ എന്ത് തോന്നണം? ദയ തോന്നണം. തെറ്റുപറ്റിപ്പോയി, യൗവനക്കാരാണ്. അന്ന് ദയ തോന്നിയില്ല പ്രസിഡന്റിന്. 5:30 അവരെ തൂക്കിക്കൊന്നു. പക്ഷെ പ്രസിഡന്റിന് ദയ തോന്നി എന്ന് വെച്ചു. എൻ്റെ മേൽ പ്രസിഡന്റിന് ദയ തോന്നി. അപ്പൊ പ്രസിഡന്റ് എന്താ ചെയ്യണം? ദയ തോന്നിയാൽ എന്നാ ചെയ്യണം പ്രസിഡന്റ്? ഉറക്കെ പറ. മാപ്പ് തരണം. മാപ്പ് തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം, മാപ്പ് തന്നാൽ എനിക്കെന്നാ ലാഭം? എനിക്കെന്നാ കിട്ടും? പ്രസിഡന്റിന് ദയ തോന്നിയാൽ എനിക്കെന്നാ കിട്ടും? ജീവൻ. പിന്നെ ജീവൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ഏതിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത്? ഏതിൽ നിന്നാണ് രക്ഷപ്പെട്ടത്? അത് എന്നായിരുന്നു? എനിക്ക് എന്നായിരുന്നു? ജീവപര്യന്തം എന്തായിരുന്നു? എനിക്ക് എന്തായിരുന്നത്? ശിക്ഷയായിരുന്നു. ജീവപര്യന്തം എന്നായിരുന്നു എനിക്ക്? ഉറക്കെ പറ. അപ്പൊ പ്രസിഡന്റിന്റെ ദയ തോന്നിയപ്പോൾ എന്നെ എവിടുന്നാ രക്ഷിച്ചത്? എവിടുന്നാ? ഉറക്കെ പറയുന്നേ. അപ്പൊ ശിക്ഷയിൽ ഉള്ളവൻ ആരാണ്? ആരാണ്? അപരാധി, ഇല്ലെങ്കിൽ പാപി. ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചവൻ, രക്ഷിക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവൻ ആരാ? ഉറക്കെ പറ. അയ്യോ, സന്തോഷമില്ലല്ലോ. ഉറക്കെ പറഞ്ഞേ, നല്ല ശബ്ദം കേട്ട്. നീതിമാൻ ആരാ? ശിക്ഷയിൽ നിന്ന് ഈ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ ചോദിക്കുന്നത് ഭയങ്കര പെന്തക്കോസ്ത് സ്റ്റൈലാ. അതിനെക്കാട്ടിലും നല്ല സുഖമായിട്ട് ഭാഷയാണ് രക്ഷപ്പെട്ടതാണോ? കറക്റ്റ് ഭാഷ അതാണ്. അപ്പം ചോദിക്കും, സാറേ എവിടെ നിന്നാ? രക്ഷിക്കപ്പെട്ടതാണോ? ഇവൻ സ്ഥാനപ്പെടുത്തണം എന്നെ സ്ഥാനപ്പെടുത്താൻ വരിക, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കളാൻ പറയും. ചോദിക്കാൻ പറ്റിയ ചോദ്യമാ. രക്ഷപ്പെട്ടതാണോ സാറ്? അല്ലല്ലോ. അപ്പം ചോദിക്കും, എടോ എവിടുന്നാ ചോദിക്കും. അല്ലല്ലോ. ആരാ നീതിമാൻ? ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ആരാ രക്ഷിച്ചത്? നിങ്ങളുടെ ഇപ്പം പ്രസിഡന്റിനെയും എന്നെയൊക്കെ വിട്, മോനിരുന്നോ. നിങ്ങളുടെ ശിക്ഷയിൽ നിന്ന് ആരാ രക്ഷിച്ചത്? ഉറക്കെ പറ, ഉറക്കെ പറ. നിങ്ങളുടെ ശിക്ഷ എന്തായിരുന്നു? നിത്യ മരണം. എന്തായിരുന്നു അത്? ക്രൂശിന്റെ മേൽ ആരേറ്റെടുത്തു? ഉറക്കെ പറ. നിനക്കെന്നാ കിട്ടി? നിത്യമരണം കിട്ടിയോ? നിനക്കെന്നാ കിട്ടി? നിത്യ, നല്ലോണം പറഞ്ഞേ, സന്തോഷമായിട്ട് പറഞ്ഞേ. നിത്യജീവൻ എന്നാ കിട്ടി? നിനക്ക് കിട്ടി. യോഹന്നാൻ സുവിശേഷം 3:16. ഈ ലോകത്തെ സ്നേഹിച്ചു, തൻ്റെ ഏകജാത പുത്രനെ നൽകി, അവനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യ രക്ഷ പ്രാപിച്ചു എന്നല്ല, നിത്യ ജീവൻ പ്രാപിച്ചു. എന്നാ പ്രാപിച്ചു? ഉറക്കെ പറ, നല്ല സന്തോഷമായിട്ട് പറ. അപ്പൊ നിത്യ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളെ എന്നാ വിളിക്കും? നല്ലോണം പറയുന്നേ, നല്ലോണം പറ, നല്ല ഉറക്കെ പറ, പിശാച് കേൾക്കാൻ പറ.
നീതിമാന്മാർ എത്ര പേരുണ്ട്? എന്നാലും ഒരു പകുതി മുക്കാലേ ആയുള്ളൂ. നിങ്ങളുടെ ഡൗട്ട് എന്നാന്ന് എനിക്കറിയാം. അപ്പൊ നീതിമാൻ പാപം ചെയ്താലോ എന്നാണ് നിങ്ങളുടെ ഡൗട്ട്, എനിക്കറിയാം. ഹല്ലേലൂയ. നീതിമാൻ പാപം ചെയ്യത്തില്ലെന്ന് ആരോടെങ്കിലും പറഞ്ഞായിരുന്നു? നമ്മുടെ തെറ്റായ ഒരു കോൺസെപ്റ്റാണ് അവിടെ വരുന്നത്. വായിച്ചു ഹീബ്രായ ലേഖനം 12-ാം അധ്യായം. ഹീബ്രായ ലേഖനം 12-ാം അധ്യായം 5-ാമത്തെ വാക്യം. 6-ാമത്തെ വാക്യം. മെല്ലെ പറയണേ. കർത്താവ് ആരെ ശിക്ഷിക്കുമെന്ന്? നിങ്ങളാരെങ്കിലും ശിക്ഷിക്കാറുണ്ടോ? കർത്താവ് സ്നേഹിക്കുന്നവരെ എന്നെ ചെയ്യുന്നു. ആയെന്നാ നിങ്ങളാരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? സാധാരണ അങ്ങനെ ചെയ്യുന്ന ആരാ? സാധാരണ തലയ്ക്ക് ബുദ്ധിയുള്ളവരാരെങ്കിലും ചെയ്യുവോ? പറയുന്നേ. കർത്താവ് ആരെയാ സ്നേഹിക്കുന്നേ? പാപികളെയാണോ കർത്താവ് സ്നേഹിക്കുന്നേ? ആരെയാ സ്നേഹിക്കുന്നേ? കർത്താവ് നീതിമാൻ അല്ലെങ്കിൽ രക്ഷപ്പെട്ട കർത്താവിനെ അനുസരിച്ച് വന്നവരെ കർത്താവ് എന്നായും സ്നേഹിച്ചിട്ട് പോകും. അവരെ എന്നായും എന്തിനാണ് ആരും ശരിയല്ല എന്ന് കർത്താവിനറിയാം. ആരും പറയുന്നേ അല്ലേ ചുമ്മാ പുള്ളിക്ക് രാവിലെ എഴുന്നേറ്റിരുന്ന് പടിയും പിടിച്ചോണ്ട് ശിക്ഷിക്കാനുള്ള പുള്ളിക്ക് എന്താ വട്ടവലുണ്ടോ? ആരെയാ നിങ്ങൾ സാധാരണ ശിക്ഷിക്കുന്ന? നിങ്ങളുടെ വീട്ടിൽ 2 പിള്ളേരുണ്ട്. ഒരുത്തൻ അനുസരിച്ച് നീറ്റായിട്ട് മര്യാദയ്ക്ക് ഇരിപ്പുണ്ട്, മറ്റവൻ തല്ലിപ്പൊളിയാ. ആരെയാ നിങ്ങൾ ശിക്ഷിക്കുന്നത്? പറയുന്നേ. അപ്പം പിന്നെ കർത്താവിന് നമ്മളെ എന്തിനാ കർത്താവ് ശിക്ഷിക്കുന്നത്? കയ്യിലിരിപ്പ് ശരിയല്ല എന്ന് കർത്താവ്. ഹലോ, നമ്മൾ നാടകം കളിക്കേണ്ട കാര്യമില്ല. ആരാധനയ്ക്ക് വന്നിട്ട് ആരാധനയ്ക്ക് വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും നുണ പറയുന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്ന കർത്താവേ, പിന്മാറുകില്ല. ഞാൻ വീട്ടിൽ പഴക്ക് പിടിച്ചോണ്ടാ വന്നിരിക്കുന്നത്. എന്നാ കഷ്ടം വന്നാലും പിന്മാറത്തില്ല. പിന്നെ ഹല്ലേലൂയ. നിന്നെ അല്ലാണ്ട് ഞാൻ ആരെയും സ്നേഹിക്കത്തില്ല. ഉള്ള നുണയാ. ഹല്ലേലൂയ. അപ്പൊ നീതിമാന് എന്ത് പറ്റും? തെറ്റുകള് ഉറക്കെ പറയുന്നേ. തെറ്റുകള് ആരാധനയ്ക്ക് വന്ന് നമ്മളെങ്ങനെ ആരാധനയ്ക്ക് വരുന്നേ? ഞാനൊന്നും ചെയ്തിട്ടില്ലേ, എന്നെ പോലെ ശുദ്ധനാരും ഇല്ല എന്നും പറഞ്ഞല്ലേ വന്ന് കൈയൊക്കെ ഇങ്ങനെ ആരാധിക്കുന്നേ. അങ്ങനെ വന്നാൽ എന്നറിയോ, ആരാധനയിൽ കരച്ചിലുണ്ടാകത്തില്ല. കർത്താവേ, ഈ തെറ്റുകാരനെ നീ ഇനിയും സ്നേഹിക്കുന്നല്ലോ. എനിക്ക് ആരാധനയ്ക്ക് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ആരാധനയിൽ നിന്ന് കരയും, നിലവിളിക്കും. ഹല്ലേലൂയ. ഞാൻ ആരാധനയൊന്നും വേണ്ട. ഞാൻ ആരാധന ഓർത്തു നോക്കിയാൽ എനിക്ക് കരച്ചിൽ വരും. ഹല്ലേലൂയ. അപ്പൊ നീതിമാൻ എന്നാ പറ്റും? തെറ്റ് അന്ന് പറഞ്ഞാൽ തെറ്റ് പറ്റിക്കൊണ്ടിരിക്കട്ടെ എന്നല്ല, നമ്മൾ തെറ്റിൽ നിന്ന് എന്ത് ചെയ്യണം? പുറത്ത്. അല്ലെങ്കിൽ ശിക്ഷ കൂടുവോ കുറയുവോ? ഈ ശിക്ഷ മരണശിക്ഷയല്ല. ഈ ശിക്ഷ ഏത് ശിക്ഷയല്ല? നിത്യമരണമെന്ന് പറയുന്ന ശിക്ഷയല്ല. ഈ ശിക്ഷ ബാലശിക്ഷയാണ്. ഈ ശിക്ഷ എന്താണ്? വായിച്ചു നോക്കിയേ, പുസ്തകം വായിച്ചോ, മുന്നോട്ട് വായിച്ചോ.
മുന്നോട്ട് വായിച്ചോ. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ മതി. അവൻ എന്തിനാ ശിക്ഷിക്കുന്നേ? അവനെന്തിനാ ശിക്ഷിക്കുന്നേ? ഉറക്കെ പറ. വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. അപ്പം നമ്മൾ ആരല്ലെന്ന് ആരല്ല, ഇതുവരെ വിശുദ്ധന്മാർ. നമ്മൾ ദിനേ ദിനേ ആരായിക്കൊണ്ടിരിക്കുക? വിശുദ്ധന്മാർ ആയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ആരാണ്? നമ്മളാരാ? ഉറക്കെ പറ. നീതിമാന്മാർ. നമ്മളാരാണ്? നല്ല അയ്യോ സന്തോഷമേ ഇല്ലല്ലോ ആർക്കും. ആരാണ് നമ്മള്? ഉറക്കെ പറ, ഉറക്കെ പറ. ദൈവത്തോട് നിൽക്കാൻ, നേരെ നിൽക്കാനായിട്ട് നമുക്ക് വേണ്ടിയത് നീതിയാണ്. ആമേൻ. ഹല്ലേലൂയ. സുവിശേഷത്തിലൂടെ ഡോളർ അല്ല വന്നത്. സുവിശേഷത്തിലൂടെ രോഗസൗഖ്യം വന്നില്ല. സുവിശേഷത്തിലൂടെ വീട് പണിയാനുള്ള പൈസ വന്നില്ല. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, ഞാൻ ഈ സുവിശേഷത്തിൽ എന്ത് ചെയ്യുന്നില്ല? ലജ്ജിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാ? വായിച്ച വാക്യം റോമലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിച്ചേ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി, അതിൽ ഏതിൽ? സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിട്ട് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. സുവിശേഷത്തിൽ എന്താ വെളിപ്പെട്ടെ? നീതി വെളിപ്പെട്ടു. എന്നാ വെളിപ്പെട്ടു? ഉറക്കെ പറ, ഉറക്കെ പറ, ഉറക്കെ പറ. അപ്പം ദൈവം അനുഗ്രഹിക്കുന്ന ആരെയാണ്? ഉറക്കെ പറ. പറയുന്നേ, ഞാൻ നീതിമാനാണ് എന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു 10 വട്ടം പറയണം. ആമേൻ. നീതിമാന്റെ അവകാശം എൻ്റെ വീട്ടിൽ വരട്ടെ. നീതിമാന്റെ കുഞ്ഞുങ്ങൾക്കുള്ള അനുഗ്രഹം എൻ്റെ വീട്ടിൽ വരണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലെ ബാലാക്കും ബിലിയാമും പിന്നെ ബാറാക്കും അറിയാവോ? ശപിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. എന്ത് ശപിക്കാൻ പറ്റാഞ്ഞേ? കൂടാരത്തിൽ നീതി വസിക്കുമായിരുന്നു. ഹല്ലേലൂയ. കൂടാരത്തിൽ എന്നാ വസിച്ചു? ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. പ്രാർത്ഥനയല്ല കൂടാരത്തിൽ വസിച്ചത്. കൂടാരത്തിൽ എന്നാ വസിച്ചു? ദൈവത്തിന്റെ നീതി വസിച്ചതുകൊണ്ട് അവന് ശപിക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ ചെയ്യുന്ന പ്രവൃത്തിയല്ല നിനക്കെന്തോ ലാഭം കൊണ്ടുവരാൻ പോകുന്നത്. നിനക്ക് ദൈവം തന്ന പൊസിഷൻസ് ആണ് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നത്. നല്ലോണം തലക്കകത്ത് പോണേ. പ്രവൃത്തി കൊണ്ടല്ല, ദൈവം തന്ന പൊസിഷൻസിലാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നത്. ആമേൻ. രക്ഷ എങ്ങനെയാ കിട്ടിയത്? എന്നാ പ്രവർത്തിച്ചു? നിങ്ങള് യേശുവിനെ വിശ്വസിച്ചു, നാക്കുകൊണ്ട്
ഏറ്റു പറഞ്ഞു. ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ എന്നാ കിട്ടി? എന്നാ കിട്ടി? സ്വർഗം കിട്ടി. അല്ലേ? ആണോ? വേറെ എന്തെങ്കിലും ചെയ്തായിരുന്നോ സ്വർഗം കിട്ടാൻ? ഇല്ല. ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, നാക്കുകൊണ്ട് ഏറ്റു പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നിത്യജീവൻ നിങ്ങൾക്ക് വാതിൽ തുറന്നു ദൈവം. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങളുടെ പൊസിഷനാണ് നിങ്ങൾ അറിയേണ്ടത്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ പ്രവർത്തിയാലല്ല, ദൈവം നിന്ന പൊസിഷനിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെല്ലാം. ആമേൻ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ ദൈവത്തിന്റെ ആരായതുകൊണ്ടാ, പുത്രനും പുത്രിയായതുകൊണ്ടാ. ആമേൻ, ഹല്ലേലൂയ. അത്രയല്ലേ ഉള്ളൂ. ദൈവം ആരെയാ സ്നേഹിക്കുന്നത്? തന്നെ വിശ്വസിക്കുന്ന യേശുവിനെ വിശ്വസിക്കുന്ന എല്ലാവരെയും സ്നേഹിക്കും. അപ്പൊ പൊസിഷനിലാണ് ദൈവം നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തി തരുന്നത്. ആമേൻ, ഹല്ലേലൂയ. സന്തോഷമാണോ? ആരാണ് നമ്മള്? ഉറക്കെ പറ. അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ, നീതിമാനാന്ന് പറ. എത്ര പേർ പാപികളുണ്ട്? ആരെങ്കിലും പാപികളുണ്ടോ? ഉറക്കെ പറ. എന്തുകൊണ്ടാ? കേട്ടില്ല. എന്തുകൊണ്ടാ നിങ്ങൾ ഇനി പാപികളാകാത്തെ? പാപി എന്ന് പറഞ്ഞ ആരാ? എന്തുള്ളവനാ? നിത്യമരണം എന്ന് പറഞ്ഞ ശിക്ഷ വഹിക്കുന്ന ആളാണ് പാപി. നിങ്ങളുടെ മേലിൽ നിത്യമരണം വിടുവോ? ഇല്ല. ഹല്ലേലൂയ. ഉറക്കെ പറയുന്നേ. ധൈര്യം, നെഞ്ചൊക്കെ വെച്ചത് ധൈര്യമായിട്ട് പറ. ഹല്ലേലൂയ. നിത്യമരണം ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ നിത്യജീവൻ എന്ന് പറഞ്ഞ അർത്ഥം എന്നാന്ന് ചോദിക്കണം. എന്തുവാ നിത്യജീവൻ എന്ന് പറഞ്ഞ? നിത്യജീവൻ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? സൂപ്പർ. നിത്യജീവൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പുറകെ പറയുന്നേ നല്ലോണം. ദൈവം തന്നത് എന്താ നമുക്ക്? നിത്യ. എൻ്റെ അർത്ഥം എന്തുവാ? വേറൊന്നുമില്ല. എൻ്റെ അർത്ഥം നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എങ്ങാണ്ട് അമേരിക്ക, ആഫ്രിക്ക ഒന്നുമല്ല. നിനക്ക് ഇന്ന് എന്നില്ല. ഉറക്കെ പറ. ഇതെല്ലാം നമ്മുടെ ആത്മാവിനാണ് കിട്ടിയിരിക്കുന്നത്. ആമേൻ. എല്ലാം കിട്ടിയിരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ആത്മാവെന്ന് പറയുന്ന. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ 3 വ്യക്തികൾ നിർത്തിയായിരുന്നോ? ആരൊക്കെയായിരുന്നത്? ആത്മാവ്, ദേഹി, ദേഹം. എൻ്റെ നിങ്ങളാരാ? ആത്മാവ്, ദേഹം, ദേഹി. നിങ്ങളാരാ? പറ. ദേഹമാണോ, ദേഹിയാണോ, ആത്മാവാണോ, മൂറും ചേർന്നാണോ? ഞാനിവിടെ അങ്ങ് മരിക്കുക. ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ അങ്ങ് മരിച്ചാൽ നിങ്ങൾ എന്നെ ഒരു പെട്ടിയിലൊക്കെ ആക്കിയിട്ട് എന്നായും മൈസൂരിലോട്ട് അയക്കും. അല്ലേ? പറയുന്നേ പേടിക്കാനുള്ള സംഭവമുള്ളൂ. അതൊക്കെ സന്തോഷമായിട്ടുള്ള സംഭവമാണ്. ഇത് പെന്തക്കോസ്തുകാരുടെ പേടിയാ മരണം എന്നൊക്കെ പറഞ്ഞു. ആ രക്ഷിച്ച കർത്താവിനെ കാണണമെന്ന് ഒരാഗ്രഹമില്ലേ? ഇല്ലേ? എനിക്കാണ് കൊതിയ. വിട്. പെട്ടിയിലാക്കി എന്നായും നിങ്ങൾ? എൻ്റെ ഭാര്യ എന്നാ അടിച്ചോണ്ടായിരിക്കും നില വിളിക്കുന്നേ? പറ. എൻ്റെ ഭർത്താവ് എന്നെ വിട്ട്? അല്ലടാ, 20 വർഷം ഈ പുള്ളിയല്ലേ ഭർത്താവെന്ന് വിളിച്ചത്? അല്ലേ? ഈ പുള്ളിയല്ലേ ഇനി ഐ ലവ് യു എന്നും പറഞ്ഞത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത്, വഴക്ക് പിടിച്ചത് എൻ്റെ ഭർത്താവ്, നീ അല്ലാണ്ട് ആരുമില്ല. ഈ പുള്ളിയല്ലായിരുന്നോ? അല്ലായിരുന്നോ? ഇന്നേത് ഭർത്താവാ വിട്ടുപോയത്? അങ്ങനെ ആരെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ ആത്മാവ് പോയി ആരെങ്കിലും?
അങ്ങനെ ആരെങ്കിലും നിലവിളിക്കുന്ന കണ്ടിട്ടുണ്ടോ? അയ്യോ എൻ്റെ ഭർത്താവിൻ്റെ ആത്മാവ് പോയി. ആർക്കും അറിയത്തില്ല, എൻ്റെ ഭർത്താവ് പോയെന്നേ പറയത്തുള്ളൂ. ശരിക്കും ആ പോയ പാർട്ടിയാ ഭർത്താവ്. ഹല്ലേലൂയ. ഇവിടെ ഉണ്ടോ? എല്ലാവരും ഉണ്ടോ? ശരിക്കും ആരായിരുന്നു ഭർത്താവ്? ആ പോയ പാർട്ടിയായിരുന്നു. ഈ പുള്ളി എന്തായിരുന്നു? ജഡം എന്ന് നമ്മൾ പറയും, ബൈബിൾ അതിനെ കൂടാരം എന്ന് പറയും. എന്നാ പറയും? കൂടാരം. കൂടാരം. കൂടാരത്തെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ ചർച്ച പൊളിച്ചപ്പം കൂടാരം പറഞ്ഞായിരുന്നോ? താൽക്കാലിക കൂടാരം എല്ലാം പറഞ്ഞായിരുന്നോ? ചർച്ച പൊളിച്ചപ്പോൾ നിങ്ങളെല്ലാം ഉണ്ടായിരുന്നോ? ഇപ്പൊ താൽക്കാലികമായിട്ട് എന്നാ പണിതായിരുന്നോ? ഫസ്റ്റ് കോൺക്രീറ്റിൽ പണിതായിരുന്നോ കൂടാരം? പിന്നെ ഏതില്ല പണിത്? ഓലയില്ലെങ്കിൽ ടാർപ്പാലായിരിക്കും. ഏതിലാ? ടാർപ്പാലോ? അതിൽ കൂടുതൽ ചിലവാക്കുകയല്ല. ആണോ? ഞാൻ വേണേ പറയാം. അതിപ്പം തന്നെ എനിക്ക് പ്രവചനത്തോട് ഞാൻ പറയാം. ഒന്നുകിൽ ഓലയിലായിരിക്കും, അല്ലെങ്കിൽ ടാർപ്പാളിട്ട് 4 കോലൊക്കെ നിർത്തിയിട്ടൊക്കെ ആയിരിക്കും. ആണോ? അതിന് പ്രവചിക്കേണ്ട കാര്യമൊന്നുമില്ല. കൂടാരം പണിയുന്നത് ഏറ്റവും വേസ്റ്റായ സാധനം കൊണ്ടായിരിക്കും. 5 പൈസ നമുക്ക് നഷ്ടം വരരുത്. ഹല്ലേലൂയ. സന്തോഷമാണോ? ഓക്കെ. രാവിലെ എഴുന്നേറ്റപ്പം കൂടാരത്തിൻ്റെ ഒരു കോലങ്ങ് വീണായിരുന്നു. പാസ്റ്റർ എല്ലാവരോടും ഉപവാസക്കൂട്ടം വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നോ? ഉറക്കെ പറ. അതെന്താ? കൂടാരം പോയാ പോട്ടെന്നേ. നമുക്ക് ഇവിടെ എന്ത് പണിതുകൊണ്ടിരിക്കുവാ? കെട്ടിടം പണിതുകൊണ്ടിരിക്കുവാ നമ്മുടെ. ആമേൻ. ഹല്ലേലൂയ. കൂടാരത്തിൽ നിന്ന് ഒരു ചെള്ളു പോയാലും മാതല് പോയാലും ആരും ഉപവസിക്കാനൊന്നും പോകത്തില്ല. പോയാൽ ഒരു ഓലയല്ലേ പോകുന്നേ? ആണോ? അപ്പം ഇനി വായിച്ചു നോക്കിയേ. 2 Corinthians chapter 5 എടുത്തേ. 2 Corinthians 5-ാം അധ്യായം. എടുത്തോ? പെട്ടെന്ന് വായിച്ചോ. 1 മുതൽ വായിച്ചു. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനം. 1-ാമത്തെ വാക്യം തൊട്ട് വായിച്ചു. ഭൂമിയുടെ മേലുള്ള 1-ാം വാക്യം തൊട്ട് 5-1. അങ്ങനെയാണോ? വായിച്ചു. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ. വായിക്കുന്ന ബൈബിൾ വേറെ ഏതോ ബൈബിളാണല്ലോ. എല്ലാവരുടെയും മലയാളത്തിൽ അങ്ങനെയാണോ? വായിച്ചു. ഭൂമിയുടെ മേലുള്ള കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ. അപ്പൊ നമ്മുടെ ഭൗമഭവനം എന്താണ്? ജോറയ്ക്ക് പറ. അതെന്തോ? അത് കൂടാരമാകുന്ന നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയണം. അറിഞ്ഞില്ലെങ്കിൽ പണിയാ. കാരണം ഈ കൂടാരം ഡെയിലി അഴിയാൻ നോക്കും. ഒരു ദിവസം പോലും ഈ കൂടാരത്തിൽ അഴിയാത്ത ദിവസമില്ല. ചുമയോ പനിയോ തലവേദനയോ കാലുവേദനയോ മുട്ടുവേദനയോ ഇല്ലാത്ത ദിവസങ്ങളൊന്നുമില്ല. ഇത് കാണുന്നത് അഴിയാൻ നോക്കുന്ന. ഹലോ, എന്തിനു നോക്കുന്ന? ഇതൊന്ന് കുടഞ്ഞിട്ടിട്ടൊന്ന് പോകാൻ നോക്കുക. അപ്പോഴാ ഉപവസിക്കുന്നത്. അപ്പൊ എന്നാ സ്വന്തം പോരെ ഗോതാര മുട്ടുവേദന പോട്ടെ.
കൂടാരം അകന്ന് ഭവനം ബാക്കി വായിച്ചേ. കൂടാരമായി ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. എന്തിനു വേണ്ടിയാ ഭാരപ്പെട്ട് ഞരങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ശരിയാ കർത്താവേ, രാവിലെ വീട്ടിൽ ഫീസ് കെട്ടാനില്ല, വാടക കൊടുക്കാനില്ല, ഈ പ്രാവശ്യം തോട്ടം ശരിയായിട്ട് വിളവ് വന്നില്ല. ഇതിനെക്കുറിച്ചല്ല. കൂടാരത്തിൽ ഭാരപ്പെട്ട് ഞരങ്ങുന്നു. തോട്ടത്തിൻ്റെ വിളവ് കിട്ടാത്തതുകൊണ്ടോ, കട നന്നായിട്ട് നടക്കാത്തതുകൊണ്ടോ, ഫീസ് കെട്ടാൻ പറ്റാത്തതിൻ്റെ വിഷമം കൊണ്ടല്ല അവൻ ഞരങ്ങുന്നത്. പിന്നെ വയറ് അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും ഞങ്ങൾ ഈ കൂടാരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കർത്താവിനോട് അകന്ന് പരദേശികളായി ഇരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. എത്ര പേര് പരദേശത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഗൾഫിലൊക്കെ ജോലി എടുത്തവർ എത്ര പേരുണ്ടായിരുന്നു ഇവിടെ? ആരുമില്ലേ? നല്ലോണം കയ്യിൽ പൊക്കിക്ക്. 1 2 3 4 എത്ര വർഷം ഉണ്ടായിരുന്നു ബ്രദർ ഗൾഫിൽ? കേട്ടില്ല. 6 വർഷം. 6 വർഷവും പോയ ഫസ്റ്റ് വർഷമൊക്കെ ഉണ്ടല്ലോ, രണ്ടാമത്തെ വർഷമൊക്കെ ഉണ്ടല്ലോ. എന്തായിരുന്നു ആ ഹൃദയത്തിൻ്റെ അകത്ത് ഒറ്റ ആഗ്രഹമുള്ളൂ? എന്തായിരുന്നു? പറ. എങ്ങനെയാ? വീട്ടിൽ വരണം. എന്തായിരുന്നു ആഗ്രഹം? പറ. ആർക്കേ ഉണ്ടാവുള്ളൂ? പരദേശവാസത്തിലുള്ളവനെ ഉണ്ടാവുള്ളൂ. എങ്ങോട്ട് പോകണമെന്ന്? എന്താ അവിടെ തന്നെ ഇഡലി ഇല്ലേ? ഇല്ല, കുറവുണ്ടായിരുന്നു സാറേ? എവിടെയല്ലോ ഉണ്ടായിരുന്നോ? ഇതിനേക്കാളും അടിപൊളിയല്ലായിരുന്നോ? അല്ലേ? ഞാനുണ്ടായിരുന്നു അവിടെ ഒരു 8-10 വർഷം. നല്ല AC കാറും AC റൂമും എല്ലാം, ഒരു കുറവുമില്ലായിരുന്നു. പിന്നെ എന്താണ് ഇങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹം? ശമ്പളം കൂടുതലാണ്. എന്നാലും അവരുടെ ആഗ്രഹം എന്തായിരുന്നു? പറയുന്നേ. അവർക്ക് ഒറ്റ ആശ്വാസം എന്താണെന്നറിയോ? അവിടുത്തെ അറബിയൊക്കെ തുപ്പും. ഇവർ പറയത്തില്ല, ഞാൻ പറയും. ഗൾഫിലാന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് വലിയ കാര്യമെന്ന് വിചാരം. ഗൾഫെന്നല്ല, അമേരിക്കയിൽ, ഇംഗ്ലണ്ട്, യൂറോപ്പിൽ പോയാലും ഇന്ത്യക്കാരനെ കഴുതെ പോലെ കാണുള്ളൂ. അത്രേ ഉള്ളൂ. ഞാനൊരുത്തനെ കത്തിയെടുത്ത കൊല്ലാൻ വേണ്ടിയിട്ട്. സത്യമാണ്. കാരണം എന്നറിയാമോ, ഞാൻ ഫുഡ് വിളമ്പുവാ. ഞാൻ ഹോട്ടൽ ഫീൽഡിലായിരുന്നു. ഇങ്ങനെ ഫുഡ് വിളമ്പിട്ട് മുന്നോട്ട് പോവാ. മുഖത്തെങ്ങാണ്ട് ഒരു വെള്ളം വീണു. ഞാനോടത്ത് വെള്ളിൽ ഞങ്ങൾ ലീക്ക് ചെയ്ത് വീണമെന്ന് വെച്ച് തൂത്തിട്ട് പോയി. അടുത്ത റൗണ്ട് വിളമ്പിക്കൊണ്ട് ഇങ്ങനെ വന്നു. പിന്നെയും വെള്ളം വീണു. വെള്ളം നോക്കി ലീക്കൊന്നും ഇല്ല. തൂത്തിട്ട് പോയി. മൂന്നാമത് വന്നപ്പം അവനുണ്ടല്ലോ, തുപ്പിയതാ എൻ്റെ മുഖത്ത്. കാർക്കിച്ച്. മൂന്നാമത്തെ റൗണ്ട് വന്നപ്പം കയ്യിലുണ്ടായിരുന്ന പ്ലേറ്റ് അങ്ങ് വെച്ചു, ടേബിളിലുള്ള കത്തി അങ്ങ് എടുത്ത് ഞാൻ. ഹല്ലേലൂയ. എന്നെ വന്ന് അപ്പോഴേ പിള്ളേരെ എടുത്തോണ്ട്
അങ്ങനെ എടുത്തോണ്ടെ പുറത്തോട്ട് എന്നാ കാണിക്കുന്നത്? കാണാൻ വല്ലതും തൊട്ടിട്ട് പോയാൽ ജയിലിൽ പോകും. പിന്നെ സ്വർഗവും കാണുമല്ലോ നരകവും കാണുമല്ലോ, ജയിലിലായിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം എന്തിനാണെന്നറിയോ സഹിക്കുന്നേ? എന്തിനാ? ഒരു ദിവസം ഞാൻ വീട്ടിൽ പോകും. ഹല്ലേലൂയ. സഹിക്കാനുള്ള ബലം എവിടുന്നാന്ന് പറയുന്നത്, എവിടുന്നാ കിട്ടുന്നതെന്നറിയോ? അവിടെ ചേട്ടൻ്റെയും അനിയൻ്റെയും ഭാര്യയുടെയും മക്കളുടെയൊക്കെ മുഖം ഓർമ്മ വരുമ്പോഴാണ്. അമ്മേ, ഇവിടുത്തെ കഷ്ടം സാരമില്ലെന്ന് എങ്ങനെയാണെന്ന് എണ്ണാൻ പറ്റുന്നേ? എൻ്റെ യേശുവിൻ്റെ മുഖം കാണുമ്പോഴാണ്. ഹല്ലേലൂയ. നിന്റെ വീടിനെ കുറിച്ചൊരു വെളിപ്പാടുണ്ടാകണം. നീ പോകേണ്ട ഇടത്തെക്കുറിച്ചൊരു വെളിപ്പാടുണ്ടാകണം. അത് കാണണം. നിനക്ക് വേണ്ടി പ്രാണം കൊടുത്ത നിന്റെ ആ സ്നേഹിതനെ ഒന്ന് കാണാൻ കൊതിയുണ്ടാകണം. അപ്പം ഈ ലോകത്തിന്റെ കഷ്ടങ്ങളൊന്നും നമുക്ക് കഷ്ടമില്ലെന്നോ സാരമില്ലെന്നോ. ഹല്ലേലൂയ. ഞാൻ കാണും, എൻ്റെ രക്ഷകനെ കാണും, എൻ്റെ ഉടയവനെ കാണും. എന്നെ മോനെ എന്ന് വിളിച്ച എൻ്റെ രക്ഷകനെ കാണില്ല. അതല്ലാണ്ട് വേറെ മാജിക് ഒന്നും ഇല്ലെന്നേ ക്രിസ്ത്യാനിക്ക് സന്തോഷപ്പെടാൻ. അതല്ലാണ്ട് ക്രിസ്ത്യാനിക്കുള്ള സന്തോഷപ്പെടാൻ വേറെ ഒരു മാജിക് വെച്ചിട്ടില്ല, ഒരു ആരാധനയും വെച്ചിട്ടില്ല, ഒരു പ്രാർത്ഥനയും വെച്ചിട്ടില്ല. ഇവിടെ എന്റെ കർത്താവിനോടുള്ള സ്നേഹമാണ്. തിരിച്ചു പോകണമെന്നുള്ളൊരു വാഞ്ചയാ. നിന്റെ പ്രാണനാഥനെ കാണണമെന്നുള്ളൊരു ദാഹമാണ്. എന്നെന്റെ നാഥനെ കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്നാലും ഒരു മിനിറ്റ് കണ്ണടയ്ക്കാം. ഇത് അവസാനിക്കുമല്ല കേട്ടോ, എന്നാലും ഒരു മിനിറ്റ് കണ്ണടയ്ക്കാം. മക്കളെ, ഈ ശരീരത്തിലുള്ളപ്പോൾ ക്രിസ്തുവിനോട് ദൂരത്തിൽ പരദേശികളായിട്ടാണ് ജീവിക്കേണ്ടേ. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, കാരണം ഞാൻ എൻ്റെ കർത്താവിനെ കാണും. അവസാനത്തെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഫോൺ വിളിക്കും അച്ചായൻ. ഭാര്യയോട് പറയും, അടി എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ലടി, ഒരു സാധനം കൊണ്ടുവരാനില്ലടി എന്ന് പറയുമ്പോ ഭാര്യ പറയും, അച്ചായനൊന്ന് വന്നാ മതി. ഈ ലോകത്തിൽ നിനക്കൊരു വീടില്ലെങ്കിലും, നിന്റെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും, എനിക്ക് എന്റെ കർത്താവിനെ കണ്ടാൽ മതി. എനിക്ക് എന്റെ കർത്താവിനെ കണ്ടാൽ മതി. ഇന്നൊരു വെളിപ്പാടിലേക്ക് കയറട്ടെ, ഇന്നൊരു വെളിപ്പാടിലേക്ക് കയറട്ടെ. Holy Spirit. എന്നൊരു വെളിപ്പാടിലേക്ക് വരട്ടെ. പൗലോസ് പറഞ്ഞു, മരണം എനിക്ക് ലാഭം, ജീവിച്ചാൽ അത് ക്രിസ്തുവിനായി. അവന്റെ രാജ്യത്തിന് ചെറിയ ലാഭത്തിന് വേണ്ടി ഇവിടെ ജീവിക്കുന്നത്. പക്ഷെ മരണം എനിക്കത് ലാഭമാണ്. എന്റെ കർത്താവിനെ കാണാനുള്ള ചാൻസ് അല്ലേ. ഇന്നൊന്ന് മനസ്സാന്തരപ്പെടാൻ പറ്റുമോ?
ഇതൊന്ന് മാനസാന്തരപ്പെടാൻ പറ്റുമോ? ഇതൊന്ന് ഒരുങ്ങാൻ പറ്റുമോ? ഒരു പരദേശിയായിട്ടൊന്ന് ജീവിക്കാൻ പറ്റുമോ? ഇതൊരു മോക്ഷയാത്രയാ. നിന്റെ യജമാനനെ കാണുവാൻ, നിന്റെ രാജാവിനെ കാണുവാൻ. എന്ത് നേടിയെന്നല്ല ഇവിടെ ചോദ്യം വരുന്നത്, എന്ത് ലഭിച്ചില്ല എന്നുള്ള ചോദ്യം വരത്തില്ല. ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഒറ്റ ചോദ്യമേ വരത്തുള്ളൂ. ഇവിടെ എന്ത് കിട്ടി എന്ത് കിട്ടിയില്ല എന്നുള്ളൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ പോകാൻ ബുദ്ധിമുട്ടാ. ഒന്നൊന്ന് ഒരുങ്ങാൻ പറ്റുമോ? ഗൾഫിലുള്ളവർക്ക് ലീവ് കിട്ടുമ്പോൾ കാണുന്ന ഒരു സന്തോഷം, ലീവ് കിട്ടുമ്പോൾ കാണുന്ന ഒരു സന്തോഷം. ഓ, എല്ലാരും പറയും നീ പോടാ, നീ ഭാഗ്യവാനാ, നീ പോടാ, നീ ഭാഗ്യവാനാ. യെസ്, നീ ഭാഗ്യവാനാ, ഭാഗ്യവാനാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ഒറ്റ ഇങ്ങനെ ജീവിച്ചാൽ മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൽ ജയമായി ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ല, അനേക പോരാട്ടങ്ങൾ വരും, അനേക പ്രശ്നങ്ങൾ വരും. അവിടെ ഒന്നും തകർന്നു പോകാതിരിക്കണമെങ്കിൽ ഒറ്റ ഒരു പ്രത്യാശ, എൻ്റെ രാജാവിനെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ പറ്റും. ഞാൻ എൻ്റെ വീട്ടിൽ പോവുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ആരാണ്? ഉറക്കെ പറ, നമ്മൾ ആരാണ്? ഉറക്കെ. നീതിമാൻ എന്നായുമെന്ന് മറന്നുപോയോ? ആദ്യം വായിച്ച വാക്യമൊക്കെ മറന്നുപോയോ? നീതിമാൻ, ഉറക്കെ. നീതിമാൻ ഫസ്റ്റ് വരെ ഉണ്ടല്ലോ. ഹി വിൽ ഗ്രോ. എങ്ങനെ ഗ്രോ? വായിച്ച വാക്യം ഏതാ? വാക്യം നോക്കാം. എത്രയായിരുന്നു വാക്യം? എത്രയായിരുന്നു? നീതിമാൻ പലപോലെ തഴയ്ക്കും, വളരും. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സീ, ദൈവം നമുക്ക് വേണ്ടി എല്ലാ പൊസിഷൻസ് ആക്കി തന്നിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് വളരാൻ വേണ്ടിയിട്ടും നമുക്ക് തഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ പൊസിഷനിൽ നിൽക്കണം. ആമേൻ, ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാക്കിനെ